എന്തൊക്കെയാണ് ഈ കൊച്ചു വീട്ടിൽ സംഭവിക്കണം നിങ്ങൾക്ക് അറിയോ? കുറച്ച് വിരുന്നാരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ കിരാള് രണ്ടും വിടണ്ട നമ്മളെ ഒരു സാധനം വാങ്ങാൻ വേണ്ടി അങ്ങാടിക്ക് പോകാൻ നിൽക്കുക. ശിപ്പല രണ്ടാളി കയ്യെ 2 ഫ്ലസ്ക് കൊട്ടിടിച്ചാൽ മതി. കൈ ഇങ്ങോട്ട് വിടണ്ടേ? അവസാനം നമ്മളൊരു പുതിയൊരു ഐഡിയ പ്രയോഗിച്ചു. കുറച്ചൊരു മീൻ കൊണ്ടോ നോക്കി കുപ്പ വരെ നൈസായിട്ടുണ്ട് മിന്നി എന്നിട്ട് അങ്ങാടി പോയി സാധനം വാങ്ങി പോകും. ഒന്നിനും കൊണ്ടുപോയാൽ പോരല്ലോ, എല്ലാത്തിനും വലിച്ചു കൊണ്ടോണ്ടേ. അതുകൊണ്ട് നമ്മൾ ഒറ്റൊന്നിനും കൊണ്ടുപോകാൻ വീട്ടിലെത്തി പാക്കണം. എല്ലാത്തിനും നമ്മളോട് കൊയ്ത് നമ്മൾ അപ്പുറത്തെ വരി കൊണ്ട് 2 മാങ്ങട്ട് കുറച്ച് അല്ലെങ്കിൽ മയിലൊക്കത്തെ മൂച്ചിമത്തെ മാങ്ങ വേറെ ടേസ്റ്റ്. അതിങ്ങോട്ട് കട്ട് ചെയ്ത് മീൻസാക്കി എല്ലാം ഷാറാക്കി എടുത്ത് നല്ല കുസാന്നാക്കിയാണ്ട് കുട്ടികളെ മുന്നിക്കട വെച്ചു. എല്ലാവരും കാർട്ടൂൺ കണ്ടാണ്ട് തിന്നാൻ കൂട്ടത്തിൽ ന്യൂസ് അടിച്ചപ്പോൾ ഞാനിരുന്നു. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു വൈബ് തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി. ഇപ്പൊ എല്ലാ കൂട്ടത്തിൽ വെക്കുമ്പോൾ നമുക്ക് വയസ്സന്നെ അറിയില്ല. പോരാത്തിന് കാർട്ടൂൺ കിട്ടും കണ്ട നമ്മള് കുട്ടന്നെ. അടുക്കളയിൽ നിന്ന് വെറൈറ്റി സാധനങ്ങളാണ്. എല്ലാവരും ഉഷാറായിട്ട് പാചകം ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡ്യൂട്ടി എന്താ വെച്ചാല് ഉണ്ടാക്കിയ സാധനം സ്പെഷ്യൽ ആണെങ്കിൽ തിന്ന് സഹായിച്ചു കൊടുക്കുക. വൈകുന്നേരം ഇപ്പൊ എല്ലാത്തിനും കൂട്ടിക്കണ്ട് നേരെ വിട്ട് നമ്മുടെ തൊട്ടപ്പുറത്ത് നാട്ടിലുള്ള തോക്കുബലം കാണിക്കാം. ഇവരൊന്നും ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. ഈവനിങ് കണ്ട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റിട്ടോ. സംഗതിയിൽ ഞാൻ ഇതുവരെ വന്നതിന് ശേഷം ഇവിടെ ബോട്ട് സർവീസ് കണ്ടിട്ടില്ല. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ കയറിയിട്ടില്ല. ഇന്നിപ്പോ അതിന് ടൈമില്ല. പെട്ടെന്നുണ്ടായില്ല പുറപ്പെടായതുകൊണ്ട് 5 മുതൽ 6 ഇവിടെ എത്തുന്നത്. ഇരട്ടത്ത് ബോട്ട് പോയിട്ട് എന്ത് കാര്യം ഉണ്ടാവാൻ. അതുകൊണ്ട് വീട്ടിൽ തന്നെ പോവാ. അപ്പൊ എന്നാ